പട്ടാമ്പി പാലത്തിൽ സുരക്ഷയൊരുക്കി കാൽനട യാത്രയ്ക്ക് തുറന്നുകൊടുത്തു. വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്ന കാര്യം വിശദമായ പരിശോധനയ്ക്ക് ശേഷമെന്ന് മുഹമ്മദ് മൂസിൻ എംഎൽഎ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാലം പരിശോധിച്ചതിനു ശേഷമായിരുന്നു തീരുമാനം. തകർച്ചയിലായ പട്ടാമ്പി പാലം പൊതുമരാമത്ത് വകുപ്പിന്റെ പാലം വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധിച്ചത്. പരിശോധനയിൽ പാലത്തിന് വലിയ തകർച്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. തുടർന്നാണ് പാലം കാൽനട യാത്രയ്ക്ക് തുറന്നുകൊടുത്തത്. വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നും ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ശേഷം മുഹമ്മദ് മൂസിൻ എംഎൽഎ പറഞ്ഞു. വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും കണ്ടിട്ടില്ല. ചെറിയ രീതിയിലുള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ സ്ട്രക്ചറിനൊന്നും കാര്യമായിട്ട് ബാധിച്ചതായിട്ട് ഒറ്റ നോട്ടത്തിൽ അവർ നോക്കിയതിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി കൂടുതൽ പരിശോധനകൾ വെള്ളം ഒന്നുകൂടി ഇറങ്ങിയാൽ പരിശോധിക്കുന്നതാണ്. അപ്പോൾ കൈവരിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. കൈവരിയുടെ കുറേ ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈവരി ഉണ്ടാക്കണം. എന്നാൽ അത് വലിയ രീതിയിൽ സ്കൂൾ കുട്ടികളും ഇവിടുത്തെ യാത്രക്കാർ, വ്യാപാരികൾ, സാധാരണ ജനങ്ങൾ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽനടക്ക് തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം പരിശോധിച്ചു. അപ്പോൾ രണ്ട് സൈഡിലും സുരക്ഷിതമാക്കിയിട്ട്, ഇപ്പോൾ സുരക്ഷിതമല്ലാതെ ആളുകൾ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും അതിന് വേണ്ട ബാരിക്കേഡോ അല്ലെങ്കിൽ ഡ്രമ്മ് വെച്ച് കയറ് കെട്ടി സുരക്ഷിതമാക്കിക്കൊണ്ട് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന ശേഷം തൂണുകളുടെ ബലപരിശോധന നടക്കും. ഇതിനുശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിനോജ് ബേബി, പാലക്കാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിനോ, ഷൊർണൂർ സെക്ഷൻ ഓഫീസ് ഓവർസിയർ പ്രിൻസ് ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മുഹമ്മദ് മൂസിൻ എംഎൽഎ, നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് പാലത്തിന് മുകളിൽ സുരക്ഷയൊരുക്കുന്ന പ്രവൃത്തികളും തുടങ്ങി. NCV ന്യൂസ്, തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.